ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമുക്ക് LPUP പരീക്ഷയ്ക്ക് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരും. അപ്പോഴെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. ഏത് വർഷം ഏത് ദിവസം അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 1741 ആഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. അപ്പോൾ നമുക്കറിയാലോ, മാർത്താണ്ഡവർമ്മ ഈ ഒരു യുദ്ധത്തിൽ എന്താ ചെയ്തത്? ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഡച്ചുകാരെ ഇദ്ദേഹം പരാജയപ്പെടുത്തിയപ്പോൾ ആരായിരുന്നു അവരുടെ ഒരു തലവൻ? ഈ സമയത്ത് ഡച്ചുകാരുടെ തലവനായിട്ട് വന്നത് ആരാണെന്നും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ക്യാപ്റ്റൻ ഡിലനോയി ആണ്. അപ്പോൾ ക്യാപ്റ്റൻ ഡിലനോയി പലപ്പോഴും നമുക്ക് തിരിഞ്ഞു പോകും. പരീക്ഷ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വെല്ലസ്ലി എന്നും അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണും. അപ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്. ഗിൽഫോർഡ് ആണോ വെല്ലസ്ലി ആണോ? പലയിടത്തായിട്ട് പഠിച്ച ഒരുപാട് പേരുണ്ട്. നമുക്കൊരു കുഞ്ഞു ട്രിക്ക് വെച്ച് ഓർത്ത് വെച്ചാലും കുളച്ചൽ യുദ്ധം, ഡിലനോയി. അപ്പോൾ ഇതുമായിട്ട് ഏകദേശം സാമ്യം വരുന്ന കുറച്ച് പദങ്ങൾ പറഞ്ഞ് ഞാനൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. കുളച്ചൽ യുദ്ധം, ക്യാപ്റ്റൻ ഡിലനോയ്. ഡിലനോയ് പോലെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പേരാണ് ലൈഫ് ബോയ്. ലൈഫ് ബോയ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കുളിക്കാനായിട്ട്. അപ്പോൾ ഈ കുളച്ചൽ യുദ്ധം കുളിക്കാനായിട്ട് ലൈഫ് ബോയ്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ്. ഇനി വേറെ കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ ക്യാപ്റ്റൻ ഡിലനോയെ പരാജയപ്പെടുത്തിയെങ്കിലും മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ വധിക്കുകയൊന്നും ചെയ്തില്ല. പുള്ളിക്കാരൻ എന്താണ്, നല്ല മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാരെയൊക്കെ ട്രെയിൻ ചെയ്യിച്ചെടുക്കാനായിട്ട് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കി പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് പരിശീലനമൊക്കെ കൊടുപ്പിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് അറിയപ്പെട്ട തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നാണ്. ആരെയാ? ക്യാപ്റ്റൻ ഡിലനോയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കോഡ്, കുളിക്കാനായിട്ട് ലൈഫ് ബോയ്. അപ്പോൾ കുളിക്കാൻ നമ്മൾ വലിയ കപ്പിൽ വെള്ളം എടുത്ത് ഒഴിച്ചതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് അപ്പോൾ എന്തോ കിട്ടി? തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ ക്യാപ്റ്റൻ ഡിലനോയ്. ഈ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്